അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ള പുട്ട് മേക്കർ മേടിച്ചിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ചിരട്ടപ്പുട്ട് ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ചില്ലി മേടിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ സാധാരണ പുട്ട് വയ്ക്കുന്ന ആ ഒരു പുട്ടുകുറ്റി മേടിച്ചു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് 650 രൂപ റേറ്റാണ് വന്നിട്ടുള്ളത്. കണ്ടോ, അടപ്പിൽ തന്നെ നോബ് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് വെച്ചിട്ട് തന്നെ ചിരട്ടപ്പുട്ടുണ്ടാക്കി എടുക്കാം. കുക്കറിൽ വെച്ചിട്ട് പുട്ടുണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതാണ് ചിരട്ടപ്പുട്ടിൻ്റെ ചില്ലി വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് മൊത്തം സ്റ്റീലിൻ്റെതാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. അതിലൊരു ചില്ല് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഇതേപോലെയുള്ള റൗണ്ട് ഷേപ്പിന് കുറച്ച് സ്പേസുള്ള പുട്ടു ചില്ലിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. കുറച്ച് അത്യാവശ്യം സ്പേസ് ഉണ്ട്. അപ്പോൾ അത് ആ പുട്ടുകുറ്റിയുടെ മുകളിലേക്ക് ഇതേപോലെ വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഈസി ആയിട്ട് ചിരട്ടപ്പുട്ടുണ്ടാക്കി എടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വേറൊരു സാധനം കൂടി ഞാൻ മേടിച്ചു കേട്ടോ. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, സാധാരണ നമ്മൾ പുട്ടുകുറ്റി ഉണ്ടല്ലോ, സാധാ പുട്ടുകുറ്റിയും കൂടി ഒന്ന് അഡീഷണൽ മേടിച്ചിട്ടുണ്ട്. അത് ചാക്സൻ്റെ ആണ്. ഈ ഒരു പുട്ടുകുറ്റി മാത്രം വില വന്നത് 240 രൂപയാണ് കേട്ടോ. ആ പുട്ടുകുറ്റിയുടെ സെപ്പറേറ്റ് പ്രൈസാണ് 240 രൂപ. അതിൻ്റെ അകത്തും നോബുണ്ട്. അപ്പോൾ നമുക്ക് ഇതേപോലെ അതിൻ്റെ അകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്തിട്ട് സാധാ പുട്ട് നമുക്ക് വേവിച്ചെടുക്കാവുന്നതാണ്. അത് നോബ് വരുന്നൊരു ടൈപ്പ് പുട്ടുകുറ്റിയാണ് കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ അഡീഷണലായിട്ട് നമുക്ക് വരുന്നുണ്ട്. ഈ നോബിൽ കുത്തിയിട്ട് വേണമല്ലോ നമ്മൾ പുട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അതിനായിട്ട് ഒരു ഫൈബറിൻ്റെ തന്നെ ഒരു സ്റ്റിക്ക് കൂടി വരുന്നുണ്ട്. സ്റ്റിക്ക് മോഡലാണ് കേട്ടോ. ഈ സ്റ്റിക്ക് വെച്ചിട്ട് വേണം നമ്മൾ പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാനായിട്ട്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. അപ്പോൾ പുട്ട് മേക്കറൊക്കെ നിങ്ങൾ കണ്ടു കാണുമല്ലോ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസുകളെല്ലാം നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇതാണ് നമ്മൾ പുട്ടുണ്ടാക്കിയതിന് ശേഷം പാത്രത്തിലേക്ക് പുട്ട് മാറ്റി കൊടുക്കുന്ന ആ ഒരു സ്റ്റിക്ക്. ഈ ഒരു നോബിലേക്ക് ഇങ്ങനെ കടത്തി കൊടുത്തിട്ട് പുട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കും.